നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ അമേരിക്ക ബന്ധം അത് കൂടുതൽ മെച്ചപ്പെട്ടാൽ അതിലേറ്റവും അധികം ഗുണം ലഭിക്കുന്ന രാജ്യം ആരെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് പറയാൻ സാധിക്കും ഇന്ത്യയാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നു. എക്കാലത്തെയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ് റഷ്യ. വ്യാപാര, സൈനിക, പ്രതിരോധ മേഖലയിലൊക്കെ പങ്കാളിയായി റഷ്യ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയും സമാനമായി പ്രതിരോധ മേഖലയിൽ ഉഭയകക്ഷി ബന്ധമൊക്കെ തന്നെ മെച്ചപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഫലം നേടിയെടുക്കാൻ ഡൽഹിക്ക് അനുകൂലമായ 5 ഘടകങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുക. നേരത്തെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന നിലപാട് 3 വർഷത്തെ വൈര്യം റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു മുന്നേ തന്നെ പരമ്പരാഗതമായി അവർ സ്വീകരിച്ചു പോന്ന നിലപാട് റഷ്യയെ അകറ്റി നിർത്തുക എന്നുള്ള രീതി തന്നെയാണ്. ആ വിദേശ നയത്തിൽ ഒരു വ്യതിചലനമുണ്ടായിരിക്കുന്നു. വിദേശ നയം വ്യക്തമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകക്രമം പുനർനിർമ്മിക്കാനുള്ള സാധ്യത പോലും അവിടെ കൽപ്പിക്കപ്പെടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ലോകശക്തികളിലെ അച്ചുതണ്ട് പുതിയ രീതിയിലേക്ക് മാറുന്നു. അമേരിക്കയും റഷ്യയും കൂടി ഒന്നിച്ചാൽ ഈ ലോകത്തിന് മുന്നിൽ മറ്റൊന്നിനും അവരെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉയർന്നു വരുന്ന പ്രമുഖ ശക്തികളിൽ പ്രബല രാജ്യമായ ഇന്ത്യ ഈ വൻ ശക്തികൾക്കിടയിലുള്ള വികസനത്തെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ഫലഭൂഷ്ടമായിട്ടുള്ള നീക്കങ്ങളെ, വ്യാപാര സാമ്പത്തിക മേഖലയിലെ ഉന്നമനത്തെയൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യമിടുകയാണ്. ആഗോളക്രമത്തിന് അനുസൃതമായി തന്നെ ഇന്ത്യയും നയം രൂപപ്പെടുത്തി മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. തുടക്കം മുതൽ ഇന്ത്യ റഷ്യയ്ക്ക് നേരെ സ്വീകരിച്ച നയം ഇപ്പോൾ അമേരിക്കയും റഷ്യയും സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഗുണം ചെയ്യുക നമുക്ക് തന്നെയാണ്. ക്രെംലിനും പെൻറ്റഗണും സൗഹൃദപാതയിലൂടെ നീങ്ങിയാൽ ഇന്ത്യക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, അതിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ശത്രുതാ മനോഭാവമുള്ള രാജ്യം ചൈന തന്നെയാണ്. ചൈനയെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഏറ്റവും വലിയ വെല്ലുവിളി. നിലയ്ക്ക് നിർത്തുക, ഒരു യുദ്ധപ്രഖ്യാപനമല്ല, അത് ഈ സ്ഥാനത്തിലൂടെ സ്വന്തമാക്കിയെടുക്കാൻ കഴിയും. ചൈനയ്ക്കെതിരായ ഒരു സമതുലിതാവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ പ്രബലമാക്കും. അമേരിക്ക റഷ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമ്പോൾ റഷ്യ പകരമായി അമേരിക്കയ്ക്കും ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ബൈഡൻ അധികാരത്തിലിരുന്നപ്പോൾ റഷ്യ ചൈന ബന്ധം വലിയ തോതിൽ തന്നെയാണ് ബലപ്പെട്ടത്. എന്നാൽ യൂറോപ്പിലേക്കുള്ള വഴിത്തിരിവ് ഇതിന് കാരണമായി. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ബീജിംഗ് മോസ്കോ ബന്ധങ്ങൾ ഒരു പരിധിവരെ വീണ്ടും ദുർബലമാകാനുള്ള സാധ്യതയാണ് ഇനി കാണാൻ പോകുന്നത്. ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ച് ട്രംപിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ട്രംപ് ഒരു കാരണവശാലും ഷീ ജിൻപിങ്ങിനെയും അംഗീകരിക്കില്ല. ഈ ഘട്ടത്തിൽ റഷ്യയ്ക്ക് അമേരിക്കയെ വേണം. ഒരു കാരണവശാലും ഇനി അമേരിക്കയെ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാകില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതിൽ യുദ്ധം എന്നുള്ള ഒരു വിഷയം മാത്രമല്ല, അതിലുപരി പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം അമേരിക്കയും റഷ്യയും കൂടുതൽ അടുക്കുന്ന സാഹചര്യത്തിൽ US ഉപരോധങ്ങളുടെ ഭീഷണി ഒന്നും തന്നെ ഇല്ലാതെ മോസ്കോയുമായി പ്രതിരോധ ഏറ്റെടുക്കൽ നടപടികൾ നടത്തി ഇന്ത്യക്ക് ഒരു തുറന്ന ഇടം തന്നെയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നും S-400 അടക്കമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്ത സാഹചര്യത്തിൽ അന്ന് വലിയ വെല്ലുവിളി ഉയർത്തിയത് ഉപരോധമടക്കമുള്ള ഭീഷണികൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയായിരുന്നു. പക്ഷേ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഭീഷണികൾ ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ബൈഡൻ ആസ്വദിച്ച കാലഘട്ടത്തിൽ റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തെ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി അത് വേണ്ടിവരില്ല. ഇനി ക്വാഡിലെ ആഘാതം, ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ക്വാഡിനെക്കുറിച്ച് വലിയ സംശയവും വലിയ ആശങ്കയും തന്നെയാണ് റഷ്യ പങ്കുവയ്ക്കുന്നത്. ട്രംപ് റഷ്യയെ പാശ്ചാത്യ കൂട്ടായ്മയുമായി സംയോജിപ്പിക്കാൻ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാഡിനോടുള്ള റഷ്യയുടെ ഈ ആശങ്ക അത് പരിപൂർണമായും ഇല്ലാതാകും. ഇന്ത്യയുമായി തന്നെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അസ്വാരസ്യമുള്ളത് ഈ സഖ്യകക്ഷിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഇനി റഷ്യയിലെ തന്നെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യാപാര നേട്ടങ്ങൾ നേരത്തെ വലിയ തോതിൽ ഇടിഞ്ഞു പോയിരുന്നു, വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഇനിയിപ്പോൾ അമേരിക്ക റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള നീക്കുപോക്കുകളിലേക്ക് ട്രംപ് കടന്നാൽ, ട്രംപ് എന്തായിരുന്നാലും ഉറപ്പ് നൽകിയിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിച്ചാൽ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്നുള്ളത്. അങ്ങനെ വന്നാൽ പാശ്ചാത്യ ശക്തികളും അതേ പാത തന്നെ ആയിരിക്കണം പിന്തുടരേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആ നിലപാട് ശരിവെക്കേണ്ടി വരും. മോസ്കോ ഉപരോധങ്ങൾ ഒഴിവാക്കി കഴിയുമ്പോൾ റഷ്യയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ ലാഭകരമായി മാറും. പാശ്ചാത്യ രാജ്യങ്ങൾ പലതും ഇതിനോടകം തന്നെ റഷ്യ വിട്ടു പോയത്
തിരിച്ചെത്താനുള്ള സാഹചര്യമാകും. അങ്ങനെ എണ്ണ വാതക വികസനത്തിനൊക്കെ റഷ്യയും ഇന്ത്യയും ഒന്നിച്ചു കുതിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. ഇന്ത്യക്ക് കൂടുതൽ റഷ്യയുമായി ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഊർജ്ജ പദ്ധതികൾ ഇക്കൂട്ടത്തിൽ ആരംഭിക്കാൻ സാധിക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ഉറ്റതോടനായ രാജ്യത്തെ ഒരു കാരണവശാലും റഷ്യ ഒഴിവാക്കില്ല എന്നും മറിച്ച് അതിൻ്റെ ഗുണഫലം നമുക്ക് ലഭ്യമാകുമെന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രതിരോധ ഏറ്റെടുക്കലിലെ വൈവിധ്യവൽക്കരണം അടക്കം റഷ്യ അമേരിക്ക ബന്ധത്തിലെ മഞ്ഞുരുകൽ നടപടി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തോതിൽ തന്നെ ആയിരിക്കും ഒരു വൈവിധ്യവൽക്കരണം നൽകുന്നത്. അമേരിക്കൻ റഷ്യൻ ആയുധങ്ങളുടെ വലിയൊരു കലവറ ഇനി നമുക്ക് സ്വന്തമാക്കാനായി സാധിക്കും. അവരുടെ സാങ്കേതികവിദ്യ ആസ്വദിക്കാനായി സാധിക്കും. ചൈനയുടെ സൈനിക ശക്തിയുമായിട്ടുള്ള ഒരു വിടവ് നികത്താൻ ഇന്ത്യ പല കാലത്തും പല നടപടികൾ സ്വീകരിച്ചിരുന്നു. പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യുദ്ധോപകരണങ്ങളും പ്രതിരോധ വാഹനങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു. ഇനി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്ന ഒരു നടപടിയായി ട്രംപിൻ്റെ ഈ 4 വർഷങ്ങൾ നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെ ക്രെംലിനും പെൻറ്റഗണും ഡൽഹിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാള് അതുതന്നെയാണ് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ അഭിലാഷങ്ങൾക്ക് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന കാലം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ട്രംപിൻ്റെ കീഴിൽ സൗഹൃദപരമായ ഒരു ഭരണകൂടത്തിൻ്റെ വരവും യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചയും റഷ്യയുമായിട്ടുള്ള ചർച്ചയും സാമ്പത്തിക ഭൗമരാഷ്ട്രീയ മേഖലയിൽ ഒരു വലിയ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. മോസ്കോയിൽ ഒരു യു ടേൺ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. സമീപ വർഷങ്ങളിലായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പല മേഖലകളും അതൊക്കെ തന്നെ മയപ്പെടുത്തുന്ന നടപടിയും ചില മേഖലകൾ റഷ്യയ്ക്ക് സ്വന്തമാവുകയും യുക്രൈൻ പലതും വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെയാണ് ഇനി ഉടലെടുക്കുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാത്തിരുന്നു കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.